ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരിപ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്? അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി കടന്നു പോകുന്ന സാഹചര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 4 കാർഡ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ടെമ്പറൻസ്, ദ ഡെവിൾ, 8 ഓഫ് വാൻഡ്സ്. നമുക്കൊരു കാർഡ് കൊണ്ട് എടുക്കാവേ. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഇനി നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കാവേ. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്, നിങ്ങളെപ്പറ്റി എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, സ്റ്റാർ, ഏസ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് സോഡാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫസ്റ്റിൽ തന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നാണല്ലോ. അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 10 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അതുപോലെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്. സാമ്പത്തികപരമായിട്ട് കുറച്ചുകൂടി ഫ്രീഡത്തിലേക്ക് വരണം, കുറച്ചുകൂടി ഒന്ന് ഫ്രീഡം ഉണ്ടാകണം, മുന്നോട്ട് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി കഴിയുന്ന ചില വ്യക്തികളാവാം, അല്ല എങ്കിൽ സാമ്പത്തികം ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ട് അതിലൂടെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം. അതിൽ എങ്ങനെയാണ് ഇനി മുന്നോട്ട് വരുന്നത് എന്ന് ആലോചിച്ചിട്ട് ഹാങ്ഡ് മാൻ്റെ അവസ്ഥയാണ്. കാരണം ഇവിടെ മുന്നോട്ട് വരാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, സ്റ്റക്കാണ്. പല കാര്യങ്ങളിലും ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അത് ഏതൊരു കാര്യത്തിലായാലും, അവരുടെ നോർമൽ കാര്യങ്ങളിലായാലും, അതുപോലെ തന്നെ അവരുടെ ബന്ധങ്ങളിലായാലും, ഏതൊരു കാര്യത്തിലായാലും അവർക്കിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കാനല്ലാതെ അതിലൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെയോ അവരാഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നല്ലൊരു കുടുംബം, നല്ലതുപോലെ സ്നേഹമായിട്ട് ഫാമിലി ഒത്ത് മുന്നോട്ട് വരിക, കുട്ടികളും ഒത്തുചേർന്ന് മുന്നോട്ട് നല്ലൊരു കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു കുടുംബമായിട്ട് സന്തോഷമായി ജീവിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിവിടെ ആരെയോ അതുപോലെ ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് തന്നെ ആരെയോ അവർ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നും കാണുന്നുണ്ട് ഇവിടെ. അവർ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഒത്തുചേർന്നൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ നല്ലതുപോലെ മാനസിക വിഷമത്തിലാണെന്നാണ് കാണുന്നത്. ഇത് ഏതൊരു സാഹചര്യമായാലും അവരിവിടെ അനുഭവിക്കുന്നത് ഈ ഒരു മാനസിക പ്രശ്നങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുമല്ല എങ്കിൽ അവർ ഉൾപ്പെട്ട സമൂഹത്തിലെങ്ങാണ് ആരെങ്കിലും കുറച്ച് സ്നേഹം നടിച്ചിട്ട് ചീറ്റ് ചെയ്തിട്ടുള്ള എനർജി ഉണ്ടാവാം. ഈ ഒരു സ്നേഹം നടിച്ച് ചീറ്റ് ചെയ്ത എനർജി എന്ന് പറയുമ്പോൾ ഏതോ ഒരു വ്യക്തി ആവണം, നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. ഇനി അതുമല്ല, ഇവർ ഒരുപാട് സ്നേഹിച്ച സുഹൃത്തുക്കളിൽ നിന്നാവാം.
സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നാവാം. കറന്റ്ലി എന്താണോ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവരെ വല്ലാതെ മാനസിക പ്രശ്നത്തിലാക്കിയിരിക്കുന്നു, മാനസികമായ വിഷമത്തിലാഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്തതായിട്ട് അവർ വിചാരിക്കുന്നുണ്ട്, ടെമ്പറൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം, ഈ ഒരു ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരണം എന്നും ഇങ്ങനെ പ്രശ്നങ്ങളിലകപ്പെട്ട് ജീവിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ദൈവാനുഗ്രഹത്തോട് വേണ്ടി ദൈവാനുഗ്രഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ പ്രേ ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മാറ്റം വരണം, ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ അവർക്ക് ഡബിൾ എനർജി, അവർക്ക് നെഗറ്റീവ് എനർജിയിലാണ് എപ്പോഴും. എന്തൊക്കെ അവർ ചിന്തിച്ചാലും അവരിവിടെ വിചാരിക്കുന്നുണ്ട് മാറ്റം കൊണ്ടുവരണമെന്ന്, പക്ഷെ അവർക്കത് സാധിക്കുന്നില്ല. അപ്പോഴേക്കും അവരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ അവർ ഇവിടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നല്ലതുപോലെ ബാലൻസ് ചെയ്ത് ലൈഫ് മാറ്റം കൊണ്ടുവരണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും അവർക്ക് ചിലപ്പോഴൊക്കെ വല്ലാത്ത തലവേദന ഉണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് അവരോട് സംസാരിക്കും. ചിലപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്ത വിധത്തിൽ എന്തോ ഒരു ബ്ലോക്ക്, മനസ്സിലായി? ആരുടെയെങ്കിലും ഒരു ദൃഷ്ടിദോഷം ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും അവരോട് തന്നെ എന്തെങ്കിലും നെഗറ്റീവായ രീതിയിൽ സംസാരിക്കുന്നുണ്ടാവണം. ഇതിനിടയിൽ അവർ നിങ്ങൾക്കിടയിൽ, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ, അവർ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഇടയിലായിട്ട് ആരോ ഇവിടെ സംസാരിക്കുന്നുണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയും അവർ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ മുന്നോട്ട് കടക്കാൻ പറ്റാത്ത വിധത്തിൽ, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ ഇതിനിടയിലുണ്ട്. ഇതിനിടയിൽ ആരൊക്കെയോ ചില പദ്ധതികൾ രൂപം കൊള്ളിക്കുന്നു എന്ന് വേണം പറയാൻ. ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്, മനസ്സിലായി? ഈ ഒരു ഐശ്വര്യകരമായ ഈ ജീവിതത്തിനിടയിൽ ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആരൊക്കെയോ ഈ ചില പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഈ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു, ചില സമയത്ത് അവർക്ക് ഒരുപാട് ദുഃഖമുണ്ടാകുന്നു, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തതുപോലെയും ഒരു തളർച്ച അനുഭവപ്പെടുന്നുണ്ടാവാം, വല്ലാത്ത നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നു. ഒന്നിനും പറ്റാത്ത വിധം, മുന്നോട്ട് നോക്കാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ. കണ്ടില്ലേ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്താണ് ചിന്തിക്കുന്നത് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അത്തരത്തിലുള്ള എനർജിയിൽ ഇരിക്കാനാണ് അവരെ കൊണ്ട് കഴിയുന്നത്. പലപ്പോഴും കണ്ടില്ലേ, 8 ഓഫ് വാൻസിന്റെ എനർജി വന്നിട്ടുണ്ട്. തോട്ട്സ് പലപ്പോഴും ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുന്നുണ്ട് തോട്ട്സ്. അവർ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് ഈ അത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് തോട്ട്സ് വരുന്നുണ്ട്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അവർ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ ഫലപ്രദമാകുന്നില്ല. കാരണം തൊട്ടടുത്ത് തന്നെ മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്, മൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം എനർജി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു, ചഞ്ചലതയാണ്, ചഞ്ചലമായ ചിത്തം, അതാണ് നമ്മളെ മൂണിന്റെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിയാലിറ്റിയിലേക്ക് ഒന്നും വരാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് അവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും. ഈ ഒരു പേടി എന്ന് പറയുന്നതും അവർ നെഗറ്റീവ് എനർജിയിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. യാഥാർത്ഥ്യം, കാര്യങ്ങളുടെ വസ്തുതകളുടെ യാഥാർത്ഥ്യത്തെ അവർക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ആകാംക്ഷയിലും പേടിയിലുമാണ് കഴിയുന്നത്. ഒന്നുകിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ സ്നേഹിച്ച ഈ വ്യക്തി മറ്റാരോടെങ്കിലും സ്നേഹത്തിൽ പോകുമോ, അല്ലെങ്കിൽ അവർ എന്നിൽ നിന്നും പിൻവാങ്ങുകയാണോ, എന്നിൽ നിന്നും മുന്നോട്ട് പോയി കഴിഞ്ഞോ, അവർക്ക് എന്നെ ഇനി വേണ്ടേ, എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ തമ്മിൽ കുറച്ച് അകൽച്ച ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവുക. അതാണ് ഈ ഒരു ഡബിൾ എനർജി വന്നിരിക്കുന്നത് ഇവിടെ. അത് തന്നെയാണ് 10 ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നത്. ഇടയ്ക്ക് നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തികൾ അവരെ നല്ലതുപോലെ മാനസിക വിഷമത്തിലാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു മൂണിന്റെ എനർജി വന്നിരിക്കുന്നത് അത് നിമിത്തം നിങ്ങളോട് ചിലപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്നും വേർപെട്ടു പോകുമോ എന്നുള്ള പേടി ഒന്നാമതായിട്ടും അവരുടെ ഉള്ളിലുണ്ട്. ഇനി അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അവർ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ള പേടിയും അവരുടെ ഉള്ളിലുണ്ട്.
കാരണം ഏതെങ്കിലും തരത്തിൽ അവർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു എനർജി നിങ്ങളത് മനസ്സിലാക്കുമോ എന്നുള്ള പേടിയും അവരെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് ടെലിപ്പതി വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. എല്ലായ്പ്പോഴും ഓരോ കാര്യങ്ങളും എവിടെ പോയാലും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒക്കെ നിങ്ങളെ മനസ്സിലോർക്കുന്നുണ്ട്. ഇതാണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ. ഇപ്പോഴത്തേത് ഇതാണ്. മനസ്സിലായി? അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ഇതാണ്. അവർ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കണ്ടില്ലേ, നിങ്ങളുമായിട്ട് നല്ലൊരു ഫാമിലിയെ അവർ ഉള്ള സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അവർ എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളോടുള്ള മനോഭാവം എന്താണ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ട് കാർഡ്സ് എടുത്തത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് ഇനി ആഗ്രഹിക്കുന്നുണ്ട് അവർ. കണ്ടില്ലേ, ഇവിടെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ എന്താണ്, പുതിയൊരു തുടക്കത്തിലേക്ക് വരണം നിങ്ങളുമായിട്ട് എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു തുടക്കം അവരിവിടെ ആഗ്രഹിക്കുന്നു, പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് വരണം. പ്രയാസങ്ങൾ ഉണ്ടാകും, വിഷമങ്ങൾ ഉണ്ടാകും. അതെല്ലാം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങളൊന്നും മനസ്സിലാക്കാത്ത വിധത്തിൽ അവരതിനെ മൂടി വയ്ക്കാം. നിങ്ങളോട് ഇതൊന്നും പിന്നീട് എന്തെങ്കിലും അവസരം വരുമ്പോൾ നിങ്ങളോട് ഇത് തുറന്ന് പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള ലവേഴ്സിന്, കപ്പിൾസിന്, പാർട്ട്ണർ, ഏത് വിധത്തിലുമുള്ള ഫ്രണ്ട്ഷിപ്പിനായാലും ബാധകമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്കും ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യമാണ് ഇവിടെ എടുക്കേണ്ടത്. സാഹചര്യം നോക്കി മാറ്റാവുന്ന എന്ന് മാത്രമാണ് ഇവിടെ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഇത് എൻ്റെ റീഡിംഗ് അല്ല, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല ഒന്നുമല്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് ഇത് റീഡിംഗ് വിട്ടു പോകാവുന്നതാണ്, സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അങ്ങനെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് സ്റ്റാർ എനർജിയാണ്. കണ്ടില്ലേ, ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളൊരു നല്ല ഹീലറായിരുന്നു. നിങ്ങളെ വിട്ട് അവർക്ക് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ സംസാരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള സംസാരം നിങ്ങളുടേത് അവർക്ക് നല്ല ആശ്വാസം നൽകിയിരുന്നതാണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ സ്റ്റാർ എനർജിയാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഹീലിങ്ങിന്റെ എനർജിയാണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ ചക്രാസിന്റെ ഹീലിംഗ് അത് നിങ്ങളുടെ സംസാരത്തിലുണ്ടാവും. നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ പ്രവർത്തികളിൽ ഒക്കെയും അവർക്ക് നല്ല ആശ്വാസം ലഭിച്ചിരുന്നു. അപ്പോൾ തന്നെ നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ഉള്ള ഒരു ജീവിതമേ അവർ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ കറണ്ട് എനർജിയിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ഒത്തുചേർന്ന് മുന്നോട്ട് സന്തോഷമായിട്ട് പോകണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. നമ്മളിവിടെ അല്ലാതെ നമ്മൾ ഒന്നും ഒപ്പിച്ച് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളെ പറ്റിയുള്ള മനോഭാവമാണ്, നിങ്ങളോടുള്ള മനോഭാവമാണ്, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതാണ് നമ്മളിവിടെ ഈ 5 കാർഡ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹീലിങ്ങിന്റെ എനർജിയാണിത്. ഒരു നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നിങ്ങളൊരു നല്ല ഹീലറായിരുന്നു. അവരെ അപേക്ഷിച്ച് ഏറ്റവും വലിയൊരു തലത്തിൽ നിൽക്കുന്ന, ഏറ്റവും ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളായിരുന്നു. അവരെ നല്ല വഴിക്ക് നയിക്കാനും നല്ല പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് നയിക്കാനും ഒക്കെ നിങ്ങൾ പ്രാപ്തരായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം വന്നതിന് ശേഷമാണ് അവർക്ക് കുറച്ചുകൂടി ഹെൽത്ത് വന്നത്, കുറച്ചുകൂടി ദിനചര്യകളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ആ ഒരു ധൈര്യം വന്നത്. നിങ്ങളായിരുന്നു അവരുടെ യഥാർത്ഥത്തിലും അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരെല്ലാം ഇപ്പോഴും നിങ്ങളെപ്പറ്റി ഇവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ നല്ല ഒരു ഹൈ എനർജിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ കരുതുന്നുണ്ട്. അടുത്തായിട്ട് ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇനി വളരെ ഫാസ്റ്റിലാണ് അവരുടെ തോട്ട്സ് വരുന്നത്. ഇവിടെ നമ്മൾ 8 ഓഫ് വാൺസിന്റെ എനർജി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അവരുടെ കറണ്ട് എനർജിയിൽ ഒരു നെഗറ്റീവ് എനർജി അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ചിന്തിക്കുന്ന ഫാസ്റ്റായിട്ടൊരു തോട്ട്സ്, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് അവർ തീരുമാനമെടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഇനി നിങ്ങളോട് എന്തെങ്കിലും പറയണം, നിങ്ങളെ ഒന്ന് കാണണം, പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എപ്പോഴും അവരങ്ങനെ ചിന്തിക്കും ഫാസ്റ്റായിട്ട് മുന്നോട്ട് വരണമെന്ന്. പക്ഷെ അവരെ പിന്നോട്ട് വലിക്കുന്ന എന്തോ ഒന്നുണ്ട് ഇവിടെ.
എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തികളുടേതാവാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളാവാം, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാവാം. ഇവിടെ ചീറ്റിംഗ് വന്നിട്ടുണ്ടല്ലോ, അത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ആവാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ അത്രമാത്രം ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് അവർ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്നും വിട്ട് നിങ്ങളിലേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു തീരുമാനമെടുക്കണം, നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്നവർ തീരുമാനിക്കുന്നുണ്ട്. മനസ്സിലായി? പക്ഷെ അവർ തീരുമാനിക്കുന്നു, ആ തോട്ട്സ് തന്നെ ചിലപ്പോഴൊക്കെ അവരെ പിന്നോട്ട് വലിക്കും. മനസ്സിലായോ? നമ്മൾ തന്നെ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക, ഈ നിമിഷം നമ്മളൊന്ന് തീരുമാനിക്കുക, എന്നിട്ട് അടുത്ത നിമിഷം തീരുമാനിക്കുമോ ഇപ്പോൾ വേണ്ട. അതാണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളോടുള്ള മനോഭാവം അതാണ്, അല്ല നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. പിന്നീടാട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടല്ലോ, അവരുടെ കറണ്ട് എനർജിയിൽ നമുക്ക് വന്നിരുന്ന ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഇവിടെ കുഴങ്ങി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ. അപ്പോൾ ഹാങ്ഡ് മാൻ്റെ എനർജി വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, തീരുമാനങ്ങൾ തൽക്കാലത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് കുറെ ബുദ്ധിയുള്ള വ്യക്തിയാണ്. തീരുമാനങ്ങൾ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ എന്താണ്, ഒരു അവബോധമുണ്ടാകും, ഒരു തിരിച്ചറിവുണ്ടാകും. അപ്പോൾ ശരിയായ വിധത്തിൽ ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കും. പക്ഷെ തൽക്കാല സമയത്ത് തീരുമാനം ശരിയാവുന്നില്ല. മനസ്സിലായി? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി. ചിലപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ആ തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അടുത്തായിട്ട് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നിങ്ങളോട് വല്ലാത്ത സെക്ഷൽ ഡിസയർ ഉണ്ടായിരുന്നു അവർക്ക്. മനസ്സിലായി? വല്ലാതെ അവർ ഫിസിക്കലി അട്രാക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങളിലേക്ക്. അത്രമാത്രം ആ ഒരു ആകർഷണം നിങ്ങളോടല്ലാതെ മറ്റൊരു വ്യക്തികളോടും ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇടയ്ക്ക് എത്രയോ വ്യക്തികൾ വന്നു പോയാലും ശരി, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആൾക്കാരൊക്കെ വന്നു പോകാം, അവരോടൊന്നും ഈ ഒരു എനർജി അല്ല, ഈ ഒരു സ്റ്റാറിന്റെ എനർജി അല്ല, ഈ ഒരു നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജി അല്ല മറ്റുള്ളവരോടുള്ളത്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സ് ഉണ്ടാവാം. അതുവഴി ചിലപ്പോഴുള്ള ആ എനർജി ആവാം. അവിടെ എന്തെങ്കിലും ചിലപ്പോൾ കടപ്പാടുകൾ ഉണ്ടാവാം. പക്ഷെ യഥാർത്ഥത്തിലും ഇമോഷൻസ് ഉള്ളത് നിങ്ങളോട് മാത്രമാണ്. അതാണ് ഈ ഹീലിങ്ങിന്റെ എനർജിയുടെ വന്നത്. നിങ്ങളാണ് നല്ലൊരു ഹീലർ എന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് അവർ. നൈറ്റ് ഓഫ് വാൺസ് നിങ്ങളോടാണ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളത് അവർക്ക്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡിസയർ ഉള്ളത് നിങ്ങളോട് മാത്രമാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 8 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, സാമ്പത്തികത്തിനൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അത് തന്നെയാണ് ചിലപ്പോൾ ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്ന അവരുടെ ചീറ്റിംഗ് ആയിരിക്കാം. സാമ്പത്തികം കൊടുത്തിട്ട് ഒരു ചീറ്റിംഗ് വന്നിട്ടുണ്ടാവാം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ വല്ലാതെ അവർ കഷ്ടപ്പെടുന്നുണ്ടാവാം. ഇനി എന്താണ്, സാമ്പത്തികത്തിനും കഷ്ടപ്പെടുന്നുണ്ടാവാം. നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയും വല്ലാതെ കഷ്ടപ്പെടുന്നു. സ്നേഹം നിങ്ങളോടുള്ള നിലനിർത്തി കൊണ്ടുപോകണമല്ല, നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന എനർജി ഇല്ല. അങ്ങനെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തെ നിലനിർത്താൻ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഇവിടെ ഒരു ചെടി നട്ടിട്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയല്ലേ ചെയ്യുന്നത്. എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു വളമിട്ടു. കാരണം അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ, അതിനെ വളർത്തി വലുതാക്കണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്തേ പറ്റൂ, എല്ലായ്പ്പോഴും അതിലേക്കൊരു ശ്രദ്ധ കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടെ നിങ്ങളോടുള്ള ആ തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്, ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് മറ്റു പല ആഗ്രഹങ്ങളുമുണ്ട് നിങ്ങളോട്. നിങ്ങളൊരു ഹീലറാണെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ എത്രമാത്രം നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമോ, ഇനി ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവർ അതിനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട് നല്ലതുപോലെ. കാരണം ഇടയ്ക്ക് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് പെട്ടെന്നൊരു തീരുമാനത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റാതെ ഇരിക്കുന്നത്. തീരുമാനം എടുക്കുന്നു, പക്ഷെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവർ തീരുമാനം എടുക്കുന്നു, ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കണ്ടില്ലേ, കരച്ചിലാണ്. 9 ഓഫ് സോർഡിന്റെ എനർജിയാണ്. ഉറക്കം പോലും ഇല്ലാതെ മുഖത്ത് കൈയും കൊടുത്തിരിക്കുന്നു, തലയ്ക്ക് കൈ പിടിച്ചിരിക്കുന്നു. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ കടന്നു വന്ന്. നിങ്ങളോടുള്ള മനോഭാവം ഇതാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. കർമ്മ ഫേസ് ചെയ്യുകയാവാം,
ചിലപ്പോൾ കർമ്മ അനുഭവിക്കുന്ന ഒരു സമയം ഉണ്ടാകുമല്ലോ. അതിനായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ വന്നത് തന്നെ എന്താണ്, അവരുടെ കർമ്മയും നിങ്ങളുടെ കർമ്മയും ഒക്കെ അനുഭവിച്ച് തീർക്കണ്ടേ. അതിനായിട്ടായിരിക്കണം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലായത്. ഇവിടെ നിങ്ങളോടുള്ള മനോഭാവം ചോദിക്കുമ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെവിടെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി കാരണം അവരെക്കാളും കൂടുതലായിട്ടും കരുതുന്ന നിങ്ങളെയാണ്. ഇവിടെ സ്റ്റാറിന്റെ എനർജി കണ്ടില്ലേ, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞതുപോലെ ക്യൂനായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്, ഒരു ക്യൂനായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. സമൂഹത്തിൽ നല്ല ഉയർന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാത്തിനും കൊള്ളിക്കാവുന്ന വ്യക്തിയാണെന്ന് അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സമൂഹത്തിലൊക്കെ പല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട് എന്ന് അവർ ചിന്തിക്കുന്നു. അതുപോലെ നിങ്ങൾ പറഞ്ഞാൽ പല കാര്യങ്ങളും മറ്റുള്ളവർ അനുസരിക്കുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി. നിങ്ങൾ കാഴ്ചയ്ക്ക് എന്താണ് ബ്യൂട്ടിഫുൾ ആണ്, പ്രവൃത്തിയിലും അതുപോലെ തന്നെ നല്ലതായിട്ട് സ്ഥിരത നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ കൂടുതലും ആകർഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ നിങ്ങളെപ്പറ്റി ഇവിടെ ചിന്തിക്കുന്നുണ്ട്. കണ്ടില്ലേ, അതുപോലെ വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് ഇനി നിങ്ങളിലേക്ക് വരണം എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് കുറവല്ലേ, അതല്ലേ ഹാങ്ഡ് മാൻ്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറിയിട്ട് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥ മാറിയിട്ട് ഇതേപോലെയുള്ള അവസ്ഥയിലേക്ക് വന്ന് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുതലായിട്ട് കിട്ടുന്ന ഒരവസ്ഥയാണിത്, 6 ഓഫ് വാൻസിന്റെ എനർജി. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്കും കുറച്ചൊരു താമസം ഉണ്ടാകാം. മനുഷ്യനല്ലേ, എല്ലാം കൂടെ ഇന്ന് ചിന്തിക്കുന്നത് പോലെ നാളെ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ 2-3 ദിവസത്തിനകം, അല്ലെങ്കിൽ കുറച്ച് ഒരാഴ്ച എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ദിവസങ്ങൾ അങ്ങോട്ട് പോകാം. അങ്ങനെ നിങ്ങളിലേക്ക് കോൺഫിഡൻസ് ആയി തന്നെ വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളുടെ സോഡിയാക് സൈൻ ഒന്ന് നോക്കാവേ. ടെൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കൊണ്ട് വരണം, കാരണം പുതിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരണം. ഇവിടെ വന്നിരിക്കുന്നത് ക്യാപ്രിക്കോൺ ആണ്. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സോഡിയാക് സൈൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാൻസിന്റെ എനർജി ഉണ്ട്, വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി ഉണ്ട്. അതുപോലെ തന്നെ മജിഷ്യന്റെ എനർജി ഇവിടെ എല്ലാ വിധത്തിലുമുള്ള എനർജീസ് ഉണ്ട്. കണ്ടില്ലേ, സോഡ് എനർജി ഉണ്ട്, വാൻസിന്റെ എനർജി ഉണ്ട്, വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി, സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, എല്ലാ എനർജീസും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സോഡിയാക് സൈൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 10 നമ്പർ ഉണ്ട്, അതായത് 1ന്റെ നമ്പർ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ 1ന്റെ നമ്പർ ഒരുപാട് പേർക്കുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്പർ 8 വന്നിട്ടുണ്ട്, നമ്പർ 16, നമ്പർ 7 വന്നിട്ടുണ്ട്, നമ്പർ 5 വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമ്പറുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ 2 വന്നിട്ടുണ്ട്, നമ്പർ 6 വന്നിട്ടുണ്ട്. 6 നമ്പർ വളരെയധികം പ്രാധാന്യമുള്ളതാണ് 6 നമ്പർ. അവിടെ ഹാങ്ഡ്മാൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് 10. നമ്പർ 3 വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത്രയൊക്കെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റീഡിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.